പുതിയൊരു മിക്സി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മോട്ടർ യൂണിറ്റ് കോപ്പർ വൈൻഡിങ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കോപ്പർ വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും, മിക്സിക്ക് ഹീറ്റ് കുറവായിരിക്കും, നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും, മോട്ടറിൻ്റെ ലൈഫും കൂടുതലായിരിക്കും. നിങ്ങളുടെ മിക്സർ ഗ്രൈൻഡറുകൾ 30 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പറയണതിൻ്റെ കാരണം ഈ ഒരു മിക്സർ ഗ്രൈൻഡറൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതാണ്. 20 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ ഉപയോഗിച്ച ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ഈ മിക്സിയൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം. ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് 30 മിനിറ്റിൽ കൂടുതൽ ഈ മിക്സി വർക്ക് ചെയ്യില്ല എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പക്ഷെ ഇതിൻ്റെ മോട്ടറിൻ്റെ ലൈഫ് കുറയും. മഞ്ഞൾ, മസാലക്കൂട്ട്, ഐസ് ക്യൂബ്, അത്തരത്തിലുള്ള കട്ടിയുള്ള സാധനങ്ങൾ നമ്മളിതിലിട്ട് അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു മോട്ടർ ഒന്ന് അല്ലെങ്കിൽ ആ ബ്ലേഡ് ഒന്ന് ഫ്രീ ആവും, നല്ല രീതിയിൽ നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ വോൾട്ടേജിൽ നിങ്ങൾ മിക്സി ഉപയോഗിക്കരുത്, മോട്ടോർ കംപ്ലൈൻ്റ് ആയി പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില മിക്സികൾ നമ്മൾ എടുത്ത് പൊക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. അതിനുള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മോട്ടർ അലുമിനിയം വൈൻഡിങ് ആയിരിക്കും. ഇനി ചില മിക്സികളിൽ 100% കോപ്പർ വൈൻഡിങ് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ മിക്സി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. അതിനുള്ള കാരണം അതിൽ ആ ഒരു കോപ്പർ വൈൻഡിങ്ങിന് എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ കോപ്പർ വൈൻഡിങ് കുറവായിരിക്കും. മിക്സി ഓണാക്കുന്നതിന് മുമ്പ് ഈ ഒരു ജാറ് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുക. ഈ ഒരു കപ്ലർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അത് കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓഫ് ചെയ്ത് അപ്പം തന്നെ ഈ ഒരു മോട്ടർ പൂർണ്ണമായിട്ട് ഓഫ് ആവുന്നതിന് മുമ്പായിട്ട് അപ്പം തന്നെ ജാർ എടുത്താലും ഈ ഒരു കപ്ലർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മിക്സിയുടെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നതാണ്. മിക്സി ഒത്തിരി നേരം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ മിക്സി നന്നായിട്ട് ചൂടാകുമ്പോഴോ മിക്സി ഓഫായി പോകും, മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഓഫായി പോണ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ചൂടൊക്കെ ആറിയിട്ട് നിങ്ങൾ ഈ ഒരു സ്വിച്ച് ഒന്നുകൂടി പ്രസ് ചെയ്ത് വിട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചില മിക്സികളുടെയൊക്കെ ഈ ഒരു ബ്ലേഡ് പിടിച്ചു നോക്കിയിട്ട് പലരും പറയാറുണ്ട് ഇതിനൊട്ടും മൂർച്ചയില്ല എന്നുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൊണ്ടല്ല മിക്സി നന്നായിട്ട് അരയണത്, മിക്സിയുടെ RPM കൊണ്ടാണ്, ബ്ലേഡിൻ്റെ സ്പീഡ് കൊണ്ടാണ്. ഉപയോഗം കഴിഞ്ഞ ശേഷം അപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ജാറ് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ജാറിൽ നിന്നും വെള്ളം ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടപ്പിൻ്റെ ഈ ഒരു ഗ്യാസ്കറ്റ് നിങ്ങൾ ഉടൻ തന്നെ ചേഞ്ച് ചെയ്യുക. ഈ ഒരു വെള്ളം ലീക്കായി മോട്ടറിൻ്റെ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ഗ്യാസ്കറ്റിന് 20 രൂപ ആവുള്ളൂ, മോട്ടർ യൂണിറ്റ് പോകണമെങ്കിൽ 2000 രൂപ നിങ്ങൾ മുടക്കേണ്ടി വരും.